17-ാം നൂറ്റാണ്ടിലാണ് ബേക്കൽ കോട്ട നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്. 1763 അന്നത്തെ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി ബേക്കൽ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം കീഴടക്കി കോട്ട മൈസൂറിൻ്റെ ഭാഗമാക്കി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ടിപ്പു സുൽത്താൻ ഈ കോട്ടയെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന താവളമാക്കി മാറ്റി. ടിപ്പു സുൽത്താൻ്റെ മരണശേഷം കോട്ട ഇംഗ്ലീഷുകാരുടെ കൈവശമായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ജീർണാവസ്ഥയിലായ കോട്ടയുടെ ഇന്നത്തെ സംരക്ഷണ ചുമതല കേന്ദ്ര സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിനാണ്. ഈ വീഡിയോയിൽ തുടർന്നങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ദൃശ്യങ്ങളും ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. മറ്റ് ക്യാമറകളോ ഡ്രോണോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂവോ മറ്റ് ആംഗിളിൽ നിന്നുള്ള വ്യൂവോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു വ്യക്തി നേരിട്ട് ഇവിടെ വന്ന് ഇതുവഴി നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണോ അത് അതേപോലെ പകർത്തി ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും പോവുക. കോട്ടയ്ക്കുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വാച്ച് ടവറുകളാണ്. അത് കോട്ടമതിലിനോട് ചേർന്നും ഒരുപാട് വാച്ച് ടവറുകളുണ്ട്. അതുപോലെ തന്നെ കോട്ടയ്ക്കകത്തും വാച്ച് ടവറുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഇവിടുത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാച്ച് ടവറിനടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കോട്ട മുഴുവൻ ഭംഗിയായിട്ട് കാണാൻ പറ്റും. പണ്ട് കാലത്ത് പടയാളികൾ ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ കോട്ട മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ വാച്ച് ടവറാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജലസംഭരണിയുണ്ട്. വർഷത്തിൽ മുഴുവൻ സമയവും ഈ ജലസംഭരണിയിൽ വെള്ളം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കോട്ടമതിലിനോട് ചേർന്ന് തന്നെ ചെങ്കല്ല് വിരിച്ച് നീളമുള്ള ഒരു പാതയുണ്ട്. ഈ പാതയിൽ കൂടി മുന്നോട്ട് നടന്ന് തന്നെ നമുക്ക് ഈ കോട്ട മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനാവും. അന്നത്തെ കാലത്ത് ഇവിടെ ലഭ്യമായിരുന്ന ചെങ്കല്ല് ഉപയോഗിച്ച് വിദേശ സാങ്കേതിക വിദ്യയോ മറ്റോ ആശ്രയിക്കാതെ തദ്ദേശീയരായ തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടമതിലിനോട് ചേർന്നുള്ള വാച്ച് ടവറിലെല്ലാം ചെറിയ ചെറിയ കിളിവാതിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. കോട്ടമതിലിന് മുകളിലൂടെയും നമുക്ക് കടലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയും. കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ 2/3 ഭാഗവും കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി. അതുകൊണ്ട് തന്നെ കോട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടൽ വീക്ഷിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു അനുഭവം നമുക്ക് പ്രദാനം ചെയ്യും. ഈ കടലിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പലർക്കും സംശയമുണ്ടാകും, നമുക്ക് കടപ്പുറത്ത് ഈ ഭാഗത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ഗൂഗിളിൽ ബേക്കൽ ഫോർട്ട് എന്ന് സെർച്ച് ചെയ്താൽ കുറേ ഫോട്ടോസൊക്കെ വരും. വിക്കിപീഡിയയിലും മറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസിനകത്ത് കുറേ ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. ആ ഫോട്ടോകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ കോട്ടയും ഈ കടപ്പുറത്ത് ആൾക്കാർ ഇറങ്ങി നിൽക്കുന്ന കുറേ ഫോട്ടോകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ പഴയ ഫോട്ടോകളാണ്. ഇന്ന് നമുക്ക് ആ രീതിയിൽ നമുക്കിവിടെ കടപ്പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. കാരണം കടൽ അതിനെക്കാട്ട് ഒരുപാട് കയറി കോട്ടയുടെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കടപ്പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ അപകടകരമാണ്. അതുമാത്രമല്ല അവിടെ പാറക്കെട്ടുകൾ ഒരുപാടുണ്ട്, കുറ്റിക്കാടുകളുണ്ട്. ഇതെല്ലാം അപകടം നിറഞ്ഞാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് ഈ കോട്ട കാണാൻ വരുന്നവരൊന്നും തന്നെ കടപ്പുറത്തേക്ക് ഈ ഭാഗത്ത് കോട്ട ചുറ്റിയുള്ള കടഭാഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല. മണിരത്ന സംവിധാനം ചെയ്ത ബോംബെ എന്ന ചിത്രത്തിലെ ഉയരെ എന്ന് തുടങ്ങുന്ന ഗാനരംഗം ചിത്രീകരിച്ചത് ഈ കോട്ടയിലാണ്. ഈ ഗാനരംഗത്തിൽ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ താക്കോൽ മാതൃകയിലുള്ള നിർമ്മിതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ കോട്ടയിൽ കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു സുപ്രധാന വാച്ച് ടവറാണത്. അവിടേക്ക് ഇറങ്ങി ചെല്ലാനുള്ള പ്രധാന വഴി എന്ന് പറയുന്നതാണിത്. നമ്മൾ ഏകദേശം അത് കാണാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ ഹൃദയസ്പർശിയായിട്ടുള്ള ആ ഒരു ഗാനം തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത്. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും പിന്നീട് ഇവിടെ നടന്നിട്ടുള്ള രക്തരൂഷിത പോരാട്ടങ്ങളിലും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു നിർമ്മിതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവരെ കൂടി സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കോട്ടയുടെ ചുവപ്പ് നിറം എന്ന് പറയുന്നത് ഈ ഒരു ചെങ്കലിൻ്റെ മാത്രമല്ല, അവരുടെയൊക്കെ ചോരയുടേത് കൂടിയാണ്. ഉയിരെ എന്ന സോങ്ങിൻ്റെ അവസാന രംഗത്തിൽ നടൻ അരവിന്ദ് സ്വാമി കയറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്ന ഒരു സ്പോട്ടാണിത്. ബേക്കൽ കോട്ട കാണാനായി വരുന്നവരാരും തന്നെ ഒരിക്കലും മിസ്സാകാത്ത ഒരു സ്ഥലമാണിത്. നിങ്ങളും ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഈ ഒരു സ്പോട്ട് മിസ്സാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണുന്ന കടലിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് മാത്രമല്ല കോട്ടയുടെയും മറ്റൊരു ആംഗിളിൽ നമുക്ക് ഇതിൽ കയറി നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. വരുന്ന എല്ലാ സന്ദർശകരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഏരിയയാണിത്. അതുമാത്രമല്ല ഇവിടെ നിന്ന് ഒരുപാട് പേർ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് ഈ ഒരു കോട്ടയുടെ ഒരു ഐക്കോണിക് സ്പോട്ടായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉയരെ എന്ന് പറയുന്ന ആ സോങ്ങിൽ ആ ഒരു സ്പോട്ടായതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മഴയൊന്നുമില്ലാത്ത തെളിഞ്ഞ അന്തരീക്ഷമുള്ള ഒരു ദിവസം ഇറങ്ങുക. അതുപോലെ തന്നെ വൈകുന്നേരം തിരഞ്ഞെടുക്കുക. വൈകുന്നേരം അസ്തമയ സൂര്യനൊക്കെ കാണുന്ന അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
ഏകദേശം ഒരു 4 മണിയോടുകൂടി കോട്ടയുടെ ഉള്ളിൽ കയറി ഞങ്ങൾ മുഴുവൻ കണ്ടു തീർന്നതിന് ശേഷം ഏകദേശം ഒരു 6 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. പ്രധാനമായിട്ടും ബേക്കൽ ബീച്ചിലേക്ക് പോകണം എന്നുള്ളൊരു ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ഞങ്ങളവിടെ നിന്നും അത്ര വേഗം ഇറങ്ങിയത്. ബേക്കൽ കോട്ടയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വഴിയിലൂടെ നമുക്ക് ബീച്ചിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പം ബീച്ചിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മറ്റ് മാർഗ്ഗങ്ങൾ തേടേണ്ട ആവശ്യമില്ല. അവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബേക്കൽ ബീച്ചിലേക്ക് തന്നെ എത്താം. അവിടെ നിന്നും കടപ്പുറത്തൂടെ തന്നെ നടന്നു തന്നെ നമുക്ക് ബേക്കൽ ബീച്ച് പാർക്കിലേക്കൊക്കെ എത്താൻ സാധിക്കും. കാണുന്ന മാത്രയിൽ തന്നെ നമ്മളെ ആകർഷിക്കാനുള്ള എന്തോ ഒന്ന് ഈ കടപ്പുറത്തിനുണ്ട്. വളരെ മനോഹരമായതും വൃത്തിയുള്ളതുമായ ഒരു കടൽ തീരമാണ് ബേക്കലിലേത്. ഈ നിരന്നിരിക്കുന്ന വള്ളങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടേതാണ്. ഈ ബീച്ചിനടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, ബേക്കൽ ബീച്ച് പാർക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. കുട്ടികളുമായി ഇവിടെ വരുന്നവർക്കൊക്കെ ബീച്ചിലും ബീച്ച് പാർക്കിലും ഒക്കെ ആയിട്ട് നിരവധി വിനോദ ഉപാധികളുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള വിനോദ ഉപാധികളൊക്കെ ഈ ബേക്കൽ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ബീച്ച് പാർക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഫൺ ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഒരുപാടുണ്ട്. ബേക്കൽ കോട്ട കാണാൻ വരുന്ന ഒരു യാത്രയിൽ ഈ യാത്രയിൽ മറ്റെന്തൊക്കെ ഉൾപ്പെടുത്തി ഇവിടെ വരാൻ പറ്റുമെന്നുള്ളത് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ മറ്റെന്തൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്, ഇതുമായിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെ യാത്രകൾ നടത്തി ഏതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് സന്ദർശിച്ചിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്ക് അതും ഒരു ഉപകാരപ്രദമായിരിക്കും. ബേക്കൽ കോട്ടയിലേക്ക് വരാനുള്ള ഏറ്റവും അടുത്ത പ്രധാന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് നിരവധി ബസ്സുകൾ ബേക്കലിലേക്കുണ്ട്. പിന്നെ ബേക്കൽ ഫോർട്ട് തന്നെ, ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ അവിടെ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പില്ല, കുറച്ച് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ സ്റ്റോപ്പുള്ള ട്രെയിനുകൾ ഏതാണെന്ന് തിരക്കി അവിടെ വന്ന് ഇറങ്ങി വേണമെങ്കിലും ബേക്കൽ കോട്ടയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 15 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന് 25 രൂപയും വിദേശ പൗരന് 300 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അത് എന്താണ് വിദേശ പൗരന് ഇത്രയും കൂടുതലെന്ന് എനിക്കറിയില്ല. അതാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ടുള്ള ഒരു വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നത്. ഇതിനകത്തിൽ എന്തെങ്കിലും തെറ്റ് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തി നമുക്കത് തിരുത്തി തന്നെ മുന്നോട്ട് പോകാം. ഈ വീഡിയോ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി പ്രചോദനമാകുന്ന നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ. If you like this video, please like, comment, share and subscribe the channel.